ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും അനന്തകോടി പ്രണാമം. സാധനാ പഞ്ചകത്തിൽ രണ്ടാമത്തെ ശ്ലോകം ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗസൽസുവിധീയതാം ഭഗവതോ ഭക്തിർദൃഢാദീയതാം ശാന്ധ്യാദിപരിചീയതാം ദൃഢതരം കർമാശു സദ്യഞ്ചതാം സദ്വിദ്വാനുപസർപ്യതാം പ്രതിദിനം തത്പാദുകാസേവ്യതാം ബ്രഹ്മൈകാക്ഷരമർത്യതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യതാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ സംഘസൽസുവിധീയതാം, സജ്ജനങ്ങളുമായിട്ട് സത്സംഗം ചെയ്യണം. ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം, ഭഗവത് ഭക്തി ദൃഢമാക്കണം, ദൃഢപ്പെടുത്തണം. ശാന്ധ്യാദി പരിചീയതാം, ശമാധി ഗുണങ്ങൾ വളർത്തണം. കർമാശു സന്ധ്യഞ്ചതാം, സ്വാർത്ഥ കർമ്മങ്ങളെയൊക്കെ വെടിയൂ, നിഷ്കാമകർമ്മങ്ങൾ വളർത്തണം. തുടർന്ന് പറയുന്നത് എന്താണ്? സദ്വിദ്വാനുപസർപ്യതാം, സദ്വിദ്വാനുപസർപ്യതാം, സദ്ഗുരുവിനെ ശരണം പ്രാപിക്കാനാണ് പറയുന്നത്. സദ്ഗുരുവിനെ. ആരാണ് സദ്ഗുരു? എങ്ങനെ നമുക്ക് ഗുരുവിനെ തിരിച്ചറിയാം? സദ്ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് അല്ലെ നമ്മുടെ അളവുകോൽ കൊണ്ട് അളക്കാൻ സാധിക്കില്ല. നമ്മൾ അളക്കാൻ പോകുന്നത് നമ്മുടെ അളവുകോൽ കൊണ്ടാണ്. അതുകൊണ്ട് സദ്ഗുരുനാഥനെ നമുക്ക് അളക്കാനൊന്നും സാധിക്കില്ല. എന്നാലും ശ്രുതി ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ നന്നായി പഠിക്കുകയും ബ്രഹ്മതത്വത്തെ സ്വയം സാക്ഷാത്കരിക്കുകയും ചെയ്ത മഹാത്മാവിനെയാണ് ഇവിടെ സദ്ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചാൽ മാത്രം മതിയോ? പോരാ. ശാസ്ത്ര പാണ്ഡിത്യത്തോടൊപ്പം എന്തും കൂടി വേണം? അനുഭവജ്ഞാനം കൂടി വേണം. അങ്ങനെ അനുഭവജ്ഞാനം കൂടിയുള്ള ആളാണ് ആര്? സദ്ഗുരുദേവൻ, സദ്ഗുരുനാഥൻ. അങ്ങനെയുള്ള മഹാത്മാവാണ് ഗുരുപദത്തിന് അർഹനായിട്ടുള്ളത്. തത്വാന്വേഷികൾക്ക് ആത്മജ്ഞാനം നൽകി അജ്ഞാന അന്ധകാരത്തിൽ നിന്ന് അവരെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ കേവലം ഒരു പുസ്തകജ്ഞാനം മാത്രം പോരാ. അതിന് ശാസ്ത്ര പരിജ്ഞാനം ഉള്ളവനും ആ ഒരു ബ്രഹ്മാനുഭൂതി സിദ്ധിച്ചവനുമായിരിക്കണം. അതിന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിരിക്കണം എന്നാണ് ശാസ്ത്രം പറയാം. അങ്ങനെയുള്ള ഗുരുനാഥനെ വേണം നമ്മൾ സമാശ്രയിക്കാൻ. ആചാര്യ സ്വാമികൾ ഇവിടെ പ്രത്യേകം അത് പറയുന്നുണ്ട്. ആചാര്യസ്വാമികൾ ഇവിടെ ഒരു ഗുരുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനല്ല പറയുന്നത്, ഒരു വ്യക്തിയെ അല്ല പറയുന്നത്. ഒരു ഗുരുവിനെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കില്ല. നമ്മളുടെ അളവുകോലും കൊണ്ടാണ് നമ്മൾ പോവുക അന്വേഷിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ ഗുരുവിനെ അന്വേഷിച്ച് കണ്ടെത്താൻ ഇവിടെ പറയുന്നു. എങ്ങനെ? സദ്ഗുരുവിനെ ശരണം പ്രാപിക്കാൻ പറയുക എന്ന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് എന്താണ് ആ ഒരു ആഹ്വാനം കൊണ്ട്, ഈ ഒരു ഉപദേശം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഇവിടെ ശാസ്ത്ര പഠനം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ, നമുക്ക് ഉപനിഷത്തുക്കളോ ഭഗവത്ഗീതയോ അതൊക്കെ എവിടെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എവിടെയൊക്കെയാണ് ആ വിചാരം ചെയ്യുന്നത്, അവിടെയൊക്കെ നമുക്ക് പോവാനും പങ്കെടുക്കാനും സാധിക്കണം.
ശാസ്ത്ര പഠനം എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ ഭാഗമാവാനും ഉപനിഷത്തുക്കളും ശ്രീമദ് ഭഗവത്ഗീതയും നിർദ്ദേശിക്കുന്ന ജീവിത രീതി അവലംബിക്കാനും സാധിക്കണം. അതിനായിക്കൊണ്ട് അത്തരത്തിലുള്ള ആചാര്യന്മാരെയും ഒക്കെ ശരണം പ്രാപിക്കാൻ കഴിയണം. നമ്മുടെ വിചാരവും പ്രവൃത്തിയുമെല്ലാം ആ ആചാര്യന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആയിത്തീരണം. ഗുരുവിനെ സമാശ്രയിക്കുക എന്നതിന് ആധികാരികമായ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ആചരിക്കുക എന്നർത്ഥം സ്വീകരിച്ചാൽ മതി. അങ്ങനെ ഒരു ആചരണത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഗുരുനാഥൻ എത്തിച്ചേരും, ഗുരുവിനെ നമുക്ക് ലഭിക്കും. അല്ലാതെ നമ്മളുടെ കയ്യിലുള്ള അളവുകോലും കൊണ്ട് ഗുരുനാഥനെ കണ്ടെത്തി ശാസ്ത്രം പഠിക്കാനോ ഒന്നും മെനക്കെട്ടാൽ അത് ശരിയാവില്ല. ഗുരുനാഥൻ എത്തിച്ചേരുമെന്ന് പറയുന്നുണ്ട്. ശിഷ്യൻ പ്രാപ്തനാകുമ്പോൾ ഗുരുനാഥൻ എത്തിച്ചേരുമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ എത്തിച്ചേരുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കൂടി കഴിയണം. അല്ലാത്തവർ പല തരത്തിലുള്ള ചൂഷണങ്ങളിലും പെട്ടുപോകുന്നുണ്ട്. ബാഹ്യമായ ചില ലിംഗങ്ങളൊക്കെ കണ്ട് ഇത് തർക്കേടില്ല, നല്ല ഗുരുവാണ് എന്ന് കരുതി പോയിട്ട് പ്രാപിക്കും. പലതരത്തിലും ചൂഷണങ്ങളിൽ പെട്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പ്രഖ്യാപനങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ജീവിത രീതികൾ അവലംബിക്കുക. തുടർന്ന് നമുക്ക് ശാസ്ത്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ സാധനയുടെ ഉയർന്ന തലങ്ങളിലേക്ക് പോകാൻ പ്രാപ്തമാകുമ്പോൾ ഗുരു എത്തിച്ചേരും, ഗുരുവിനെ നമുക്ക് ലഭിക്കും. അങ്ങനെ ലഭിക്കുമ്പോഴും നമുക്ക് തിരിച്ചറിയാനും ആ ഗുരുവിനെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും കൂടി നമുക്ക് വിവേകം ഉണ്ടാവണം. എന്തായാലും ഇവിടെ സത് വിദ്വാനുപസർപ്യതാം എന്ന് പറയുന്നതിലൂടെ സദ്ഗുരുവിനെ ശരണം പ്രാപിക്കൂ എന്നാണ് വാച്യാർത്ഥമെങ്കിലും അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥത്തിലൂടെ പോകുമ്പോൾ ശാസ്ത്രഗ്രന്ഥങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഗുരുവാക്യം തന്നെയാണ് ശാസ്ത്രവാക്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. നന്നായിട്ട് ഈ ഭാഗം മനനം ചെയ്ത് മനസ്സിലാക്കുക. സന്തോഷം. ഹരി ഓം.